ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീമദ് അയ്യപ്പ ഭാഗവത വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യപ്പ തത്വവും ഈ കാലഘട്ടത്തിൽ അയ്യപ്പ തത്വത്തിൻ്റെ പ്രസക്തിയും അയ്യപ്പ ഭക്തി എങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുവാനായി നമ്മളെയൊക്കെ സഹായിക്കും എന്നുള്ളതും ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൽ കൂടി നമുക്കൊരുമിച്ച് മനസ്സിലാക്കാം. കോടിക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും വ്രതമെടുത്ത് ഇരുമുടിയേന്തി മല ചവിട്ടി 18-ാം പടി കയറി ശബരിമല ദിവ്യ സന്നിധാനത്തിലെത്തി ദർശന പുണ്യം നേടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഓരോ വർഷവും ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശബരിമല തീർത്ഥാടനത്തിൻ്റെ മഹത്വം വളരെ വലുതാണ് എന്നുള്ളത്. അയ്യപ്പസ്വാമി ആരെന്നറിഞ്ഞും എന്തിനാണ് അയ്യപ്പ ദർശനം നടത്തുന്നതെന്നറിഞ്ഞും ആണ് നമ്മൾ ഈ ദർശനം നടത്തുന്നതെങ്കിലോ അതിൻ്റെ പ്രയോജനം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും. അയ്യപ്പതത്വം സമഗ്രമായി അറിയാൻ നമ്മളെയൊക്കെ പര്യാപ്തമാക്കുന്ന ഗ്രന്ഥമാണ് സ്വാമി ത്രയക്ഷരയേതനെ രചിച്ച ശ്രീമദ് അയ്യപ്പ ഭാഗവതം. അയ്യപ്പൻ ആരെന്നറിയുമ്പോൾ, ശബരിമല വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും എന്തിനേറെ നമ്മുടെ പെരുമാറ്റത്തിന് തന്നെ മാറ്റങ്ങൾ വരുന്നു. 41 ദിവസത്തെ വ്രതചര്യകൾ വലിയൊരു മാറ്റമാണ് ഓരോ ഭക്തനിലും ഉണ്ടാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവർ പിന്തുടരുകയാണെങ്കിൽ ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും ശരീരത്തിനെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ബ്രഹ്മചര്യവും മനോനിയന്ത്രണവും മനസ്സിനെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു. ജപസാധനകളും ധ്യാനവും നമ്മുടെ ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു ആചാരാനുഷ്ഠാന പദ്ധതിയാണ് ശബരിമല വ്രതാനുഷ്ഠാന പദ്ധതി. മനുഷ്യനിൽ സമഗ്രമായ മാറ്റം വരുത്താൻ, പരിവർത്തനം വരുത്താൻ അയ്യപ്പ ഭക്തി അങ്ങനെ സഹായിക്കുന്നു. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിലൊരു ചോദ്യം കടന്നു വരാം. എല്ലാ വർഷവും മണ്ഡലകാലം വരുന്നു. മണ്ഡലകാലത്തും അല്ലാതെയും അനേകായിരം ആളുകൾ ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തുന്നു. അക്കൂട്ടത്തിൽ ഞാനും വ്രതം നോക്കുന്നു. എന്നാൽ ഈ 41 ദിവസമൊക്കെ കഴിഞ്ഞ് വ്രതാനുഷ്ഠാന കാലമൊക്കെ കഴിയുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. മണ്ഡലകാലത്ത് വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നു, കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വന്നു. എങ്കിലും അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഞാൻ പഴയ ആളായി തന്നെ മാറുന്നു. എന്താണ് ഇങ്ങനെ? ഇതെൻ്റെ മാത്രം കാര്യമാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അയ്യപ്പ തത്വം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. 2, എന്തുകൊണ്ട് വ്രതാനുഷ്ഠാന കാലത്തെ ശ്രദ്ധയും ഭക്തിയും അതേ അളവിൽ തുടർന്ന് നമ്മളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് വ്രതാനുഷ്ഠാന കാലത്തെ ശ്രദ്ധയും ഭക്തിയും അതേ അളവിൽ തുടർന്ന് നിലനിൽക്കാത്തത്? ചെറിയൊരു കഥയിലൂടെ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു പണ്ഡിത ശ്രേഷ്ഠൻ എത്തിച്ചേർന്നു. വളരെ പാണ്ഡിത്യം ഉണ്ട്, വളരെ അധികം അറിവുകളുണ്ട് എന്ന് സ്വയം പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നല്ലൊരു തത്തയെയും കൊണ്ടുവന്നിരുന്നു. ഈ പണ്ഡിതനും തത്തയും അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഈ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു, ഇതെൻ്റെ തത്തയാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ തത്തയ്ക്ക് വേദമന്ത്രങ്ങളും സഹസ്രനാമങ്ങളും മറ്റും നല്ലവണ്ണം ചൊല്ലാനറിയാം. മറ്റൊരു രാജ്യത്തും മറ്റൊരു സ്ഥലത്തും മറ്റൊരു ദിക്കിലും കാണാത്ത, ഒരിക്കലും കാണുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണിത്. ഒരു തത്ത മന്ത്രങ്ങളും മറ്റും അനേകായിരം മന്ത്രങ്ങളും മറ്റും സ്വയം ചൊല്ലുക എന്നുള്ളത്. എനിക്ക് ആ തത്തയുടെ കഴിവുകളെ ഇവിടെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അതിനുള്ള അവസരം തരണം. നാളെ അതിനുള്ളൊരവസരം ഉണ്ടെങ്കിൽ അങ്ങയുടെ മന്ത്രി മുഖ്യന്മാരെയും ജനങ്ങളെയും ഒക്കെ അതിനായി വിളിക്കുകയും അതുകൂടാതെ ഇതിന് നല്ലൊരു പ്രതിഫലം നൽകുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പണ്ഡിത ശ്രേഷ്ഠൻ വളരെ വിനയപൂർവ്വം രാജാവിനോട് അറിയിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിനും വളരെയധികം അത്ഭുതമായി. മന്ത്രം ചൊല്ലുന്ന തത്തയോ? സാധാരണ
തത്തകൾ വീട്ടിൽ വളർത്തുന്ന തത്തകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. പക്ഷേ വളരെയധികം മന്ത്രങ്ങളും മറ്റും പൂർണ്ണമായും ചൊല്ലണമെങ്കിൽ അതിന് വലിയൊരു കഴിവ് തന്നെ വേണം. രാജാവ് സമ്മതിച്ചു. പണ്ഡിത ശ്രേഷ്ഠനോട് പറഞ്ഞു, നാളെ രാവിലെ കൊട്ടാരത്തിൽ എത്തിച്ചേരൂ, വേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യാം, പ്രതിഫലവും നൽകാം. ഇതൊക്കെ പറഞ്ഞ് പണ്ഡിത ശ്രേഷ്ഠനെ യാത്രയാക്കി. അങ്ങനെ പിറ്റേ ദിവസം പണ്ഡിത ശ്രേഷ്ഠൻ വീണ്ടും തത്തയുമായി എത്തി. തത്തയെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കി അല്പം പാലൊക്കെ കൊടുത്ത് മന്ത്രങ്ങൾ ചൊല്ലുവാനായി അതിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ നന്നായി മന്ത്രങ്ങൾ ചൊല്ലുമെന്ന് അവകാശപ്പെട്ട ഈ തത്ത ഒരു മന്ത്രം പോലും ചൊല്ലിയില്ല. അതിനു പകരം അതിങ്ങനെ ഒരു വശത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. ഒരുപാട് നേരം പണ്ഡിതശ്രേഷ്ഠൻ കിണഞ്ഞു പരിശ്രമിച്ചു തത്തയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലിപ്പിക്കാൻ. പക്ഷെ ഒന്നും സാധിച്ചില്ല. രാജാവിന് തോന്നി ഇതിലെന്തോ രഹസ്യമുണ്ട്. രാജാവ് ഇങ്ങനെ തത്ത നോക്കുന്ന ദിശയിലേക്ക് നോക്കിയപ്പോൾ രാജാവിൻ്റെ വളരെ ബുദ്ധിമാനായിരുന്ന ഒരു മന്ത്രിപ്രവരൻ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പാലും കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ തത്തയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലും പഴമൊക്കെ. അത് കണ്ടിട്ട് തത്ത പഠിച്ച മന്ത്രങ്ങളൊക്കെ മറന്ന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അല്പം കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അങ്ങനെ നോക്കി നിൽക്കുന്നു. പാവം പണ്ഡിതൻ ഇതൊന്നും അറിയുന്നില്ല. പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു, എന്തോ പറ്റി ഇന്ന്, എന്താണെന്നറിയില്ല, ഒരവസരം കൂടി തരൂ, ഞങ്ങൾ നാളെ വരാം. രാജാവ് ഇത് സമ്മതിച്ചു. വീണ്ടും പിറ്റേന്ന് പണ്ഡിതനും തത്തയും രാജധാനിയിൽ എത്തിച്ചേർന്നു. എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുന്നു. വീണ്ടും തത്തയെ കൂട്ടിൽ നിന്നും ഇറക്കി തത്തയോട് മന്ത്രം ചൊല്ലാൻ പണ്ഡിതൻ പറഞ്ഞു. ഇന്നും തത്തയൊന്നും ചൊല്ലിയില്ല. മറിച്ച് ഒരു വശത്തേക്ക് തന്നെ നോക്കുന്നു. രാജാവിന് കാര്യം മനസ്സിലായി. നോക്കുമ്പോൾ തത്തയുടെ കണ്ണിൽ വളരെയധികം ഭയമാണ്. തലേന്ന് അതിനൊരു തരം ആർത്തിയായിരുന്നുവെങ്കിൽ ഇന്ന് ഒരുതരം ഭയമാണ് അതിൻ്റെ കണ്ണിൽ കാണുന്നത്. നോക്കിയപ്പോൾ ആ രാജാവിൻ്റെ മന്ത്രിപ്രവരൻ നല്ലൊരു കറുത്ത പൂച്ചയെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ പൂച്ചയെ കണ്ട തത്ത പേടിച്ച് വിറച്ച് ഈ പൂച്ച എങ്ങാനും തന്നെ പിടിക്കുമോ എന്നുള്ള ഭയത്തിൽ അങ്ങനെ നോക്കി നിൽക്കുന്നു. അന്നും ഒന്നും സംഭവിച്ചില്ല. തത്ത മന്ത്രം ചൊല്ലിയില്ല. പണ്ഡിതശ്രേഷ്ഠൻ പറഞ്ഞു, എന്തു പറ്റിയെന്നറിയില്ല, ഞാൻ പരാജയം സമ്മതിക്കുന്നു. എൻ്റെ തത്ത ചൊല്ലുമായിരുന്നു, പക്ഷേ ഇവിടെ എന്തോ അത് സംഭവിച്ചില്ല. ഞാൻ തീർച്ചയായിട്ടും പരാജയം സ്വീകരിച്ച് മടങ്ങുകയാണ്, പ്രതിഫലമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അനേകം തവണ മന്ത്രങ്ങൾ കേട്ടിട്ടും മന്ത്രങ്ങൾ ചൊല്ലി പഠിച്ചിട്ടും പല സ്ഥലങ്ങളിലും അത് ചൊല്ലിയിട്ടും ആ തത്തയ്ക്ക് ഈ രാജധാനിയിൽ അത് ചെയ്യാൻ സാധിച്ചില്ല. ആദ്യത്തെ ദിവസം പഴങ്ങളും മറ്റും കണ്ട് അതിൽ ഭ്രമിച്ചു പോയെങ്കിൽ രണ്ടാമത്തെ ദിവസം പൂച്ചയെ കണ്ട് അത് ഭയന്നുപോയി. ആ സമയത്ത് അങ്ങനെയുള്ള ചിന്തകൾ വന്ന സമയത്ത് മന്ത്രങ്ങളും ശ്ലോകങ്ങളും മറ്റും അത് മറന്നു. ഒരു കണക്കിന് നോക്കിയാൽ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ കാര്യങ്ങളും. നമ്മളും പല ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യുന്നു, പലതും പഠിക്കുന്നു, പലതും ചെയ്യുന്നു. എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായ സന്തോഷം വരുമ്പോൾ എത്ര പേർക്ക് ആ സമയത്ത് ഈശ്വരനെ ഓർക്കുവാൻ സാധിക്കും? നമ്മൾ സങ്കടപ്പെടുകയും പലരോട് സഹായം ചോദിക്കുകയും പലയിടത്തും ഓടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈശ്വര എന്നെ ഒന്ന് രക്ഷിക്കൂ, അല്ലെങ്കിൽ ഈശ്വര എന്നെ ഇതിൽ നിന്നൊന്ന് കരകയറ്റൂ എന്ന് തുറന്ന മനസ്സോടെ എത്ര പേർക്ക് ചിന്തിക്കാൻ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. പൂച്ചയെ കണ്ട അല്ലെങ്കിൽ പാലും പഴവും കണ്ട് ഭ്രമിച്ച തത്തയെപ്പോലെ നമ്മളും ആകാറുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം? എന്താണ് ഇതിനൊരു പ്രതിവിധി? ലോകത്തും ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽപ്പെട്ട് നമ്മുടെ മനസ്സും ആകുലപ്പെട്ടു പോകാറുണ്ടോ? പുറത്തൊരാൾ നമ്മളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ, ഒന്ന് പേടിപ്പിച്ചാൽ, എന്തെങ്കിലും ഒന്ന് തന്നാൽ നമ്മളും മറ്റെല്ലാം മറന്ന് അതിൽപ്പെട്ട് അതിൽ മുഴുകി നമ്മുടെ ശ്രദ്ധ മുഴുവനും അതിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറിപ്പോകാറുണ്ടോ? ഭൂരിഭാഗം ആളുകളിലും കാണുന്നത് അങ്ങനെയുള്ളൊരു മാറ്റങ്ങളാണ്. ചുറ്റിനും കാണുന്ന കാര്യങ്ങളിലും ചുറ്റിനുമുള്ള വസ്തുക്കളിലും ചുറ്റും ഉള്ള ആളുകളിലും പെട്ട് നമ്മുടെ ശ്രദ്ധയും അങ്ങനെ ഇങ്ങനെ പല ദിശകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യങ്ങൾ അറിയാനും അപഗ്രഥിക്കുവാനും
ഉള്ള നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ശരീരത്തിന് പുറത്തേക്കാണ് കണ്ണും മൂക്കും ചെവിയും എല്ലാം ഇരിക്കുന്നത്. പുറത്തു നിന്ന് ആവോളം അനുഭവങ്ങളും ആവോളം കാര്യങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചെടുക്കുമ്പോൾ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമായ അയ്യപ്പസ്വാമിയെ ഒന്ന് ഓർക്കാൻ നമ്മൾ ചിലപ്പോഴെങ്കിലും മറന്നുപോകുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് വേണ്ടത് അയ്യപ്പൻ ആരെന്നറിയുകയും ആ അയ്യപ്പനിലേക്ക് അടുക്കാനായി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ചര്യകൾ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്, അതിനെന്തൊക്കെ അറിവുകളാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അയ്യപ്പൻ ആരാണ്? ധർമ്മശാസ്താവ് ആരാണ്? ഇവർ രണ്ടുപേരും ഒന്നാണോ? എങ്ങനെ അയ്യപ്പൻ പന്തളത്തെത്തി? എന്താണ് ശബരിമലയുടെ രഹസ്യം? ഇങ്ങനെ പല 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 കാര്യങ്ങളും പല ചർച്ചകളും അവിടെയും ഇവിടെയും എല്ലായിടത്തും എപ്പോഴും നടക്കുന്നു. ഊഹാപോഹങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും കുതർക്കങ്ങളും എല്ലാം അയ്യപ്പസ്വാമിയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കേട്ട് ഇതൊന്നും കണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഭഗവാൻ ആരെന്നും ആ ഭഗവാനിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നും വളരെ ലളിതമായും വളരെ കൃത്യമായും ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. അയ്യപ്പ ഭാഗവത വിചാരത്തിലൂടെ ആ തത്വങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും ജീവിതചര്യകൾ നല്ലതാക്കി തീർക്കുവാനും അങ്ങനെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും അയ്യപ്പ ഭക്തിയും ശ്രീമദ് അയ്യപ്പ ഭാഗവതവും നമ്മളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബ്രഹ്മജ്ഞാനികളായ മഹർഷി സത്തമന്മാർ നൈമിശാരണ്യത്തിൽ ഇരുന്നപ്പോൾ അവിടെ എത്തിച്ചേർന്ന സൂത മഹാമുനി കലികാല ദുഃഖങ്ങളിൽ നിന്നും ശാശ്വത രക്ഷ നേടുവാനായി താരക ബ്രഹ്മത്തിൻ്റെ അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്താവിൻ്റെ ആവിർഭാവം, മാഹാത്മ്യം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ആ മുനിസത്തമന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആ രഹസ്യങ്ങളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമുക്കായി പകർന്നു നൽകുന്നത്. ആ രഹസ്യങ്ങൾ പഠിക്കുവാനും സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാനും നമ്മയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം സ്വാമിയേ ശരണമയ്യപ്പ.